SSM ഓൺലൈൻ ട്യൂഷൻ്റെ 17ാമത്തെ ദിവസത്തെ ക്ലാസ്സിലോട്ട് പോകുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് 1 യൂണിറ്റ് 3 ആണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹിസ്റ്ററി കളക്ഷൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ. അപ്പോൾ ഈ മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എന്താണ്, എങ്ങനെയാണ് അത് ചെയ്യുന്നത്, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കണം. അതിൽ ഓരോ പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇനി സ്വന്തമായിട്ട് പോസ്റ്റിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഈ ഓരോ പേഷ്യൻസിൻ്റെ മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ നടത്താനുള്ളതാണ്. സോ അതിൽ ഓരോ കമ്പോണൻസ് കൃത്യമായിട്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അത് കേട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നോക്കാം, മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ. മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനിലെ ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജനറൽ അപ്പിയറൻസ് ആൻഡ് ബിഹേവിയർ. ജനറലി ആ പേഷ്യൻ്റ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ, ആദ്യമായിട്ട് നമ്മൾ ആ പേഷ്യൻറ്റിനെ കാണുമ്പോൾ പേഷ്യൻ്റെ ജനറൽ അപ്പിയറൻസ് എങ്ങനെയാണ്, അവരുടെ സ്വഭാവ രീതികൾ എന്താണ്, അതിൽ തന്നെ ചില സബ് ഫാക്ടേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അവ ഏതൊക്കെയാണ്? ജനറൽ അപ്പിയറൻസ് ആൻഡ് ബിഹേവിയറിൻ്റെ എന്നുള്ള ഹെഡിങ്ങിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? ഫസ്റ്റ് വൺ, അപ്പിയറൻസ്. ആ ഒരു വ്യക്തിയെ കാണുമ്പോൾ എങ്ങനെയാണ്? യങ് ഏജ് ആണോ, ചൈൽഡ് ആണോ, ഓൾഡ് ഏജ് ആണോ, അഡൾട്ട് ആണോ, അഡോളസൻസ് ആണോ, എന്താണെന്നുള്ളത്. അതായത് ലുക്കിംഗ് വൺസ് ഏജ്, അയാളുടെ പ്രായം ഓൾഡർ ആണോ, യങ്ങർ ആണോ, അല്ലെങ്കിൽ ചൈൽഡ് ആണോ എന്നുള്ളതാണ് നമ്മളിവിടെ ഈ അപ്പിയറൻസിൽ ചെക്ക് ചെയ്യുന്നത്. രണ്ടാമത് ലെവൽ ഓഫ് ഗ്രൂമിങ്. അതായത് ആ വ്യക്തി എത്രത്തോളം ഗ്രൂമിങ്, ആ കാണുമ്പോൾ ഉള്ള ഒരു അപ്പിയറൻസ് എങ്ങനെയാണ്? സാധാരണമായിട്ടുള്ള ഒരു വൃത്തിയുള്ള ഒരു അപ്പിയറൻസ് ആണോ, ഡേർട്ടി അല്ലെങ്കിൽ അൺടൈഡി ഡ്രസ്ഡ് ആണോ, അതോ ഓവർ ഡ്രസ്ഡ് ആണോ, അതോ ഇഡിയോസിൻക്രാറ്റിക്കലി ഡ്രസ്ഡ് ആണോ? ഈ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. പേഷ്യൻ്റെ ആ ഒരു വ്യക്തിയുടെ ഗ്രൂമിങ് എങ്ങനെയാണ്? നോർമൽ ആണോ, ഷാബ്ലി ഡ്രസ്ഡ് അല്ലെങ്കിൽ അൺടൈഡി ആണോ, ഓവർ ഡ്രസ്ഡ് ആണോ, ഇഡിയോസിൻക്രാറ്റിക്കലി ഡ്രസ്ഡ് ആണോ, അതായത് അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രസ്സിങ് ആണോ അയാൾ ധരിച്ചിരിക്കുന്നത്, അത് നമ്മൾ നോട്ട് ചെയ്യുക. കാരണം സൈക്യാട്രിക് പേഷ്യൻസ് ആണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ എല്ലാ പേഷ്യൻസും നോർമൽ ആയിരിക്കണം, നോർമലി ഡ്രസ്സ് ചെയ്യണമെന്നില്ല. വൃത്തിയുള്ള ടെസ്റ്റുകളുണ്ട് അല്ലേ, സൈക്കോളജിക്കൽ ടെസ്റ്റുകളുണ്ട്, അവയെല്ലാം വേണമെങ്കിൽ അതിലും വേണ്ടത് മാത്രം എന്ത് ചെയ്യുന്നു, അവിടെ ചെയ്യുന്നു. അപ്പം ഇതിൽ ഏതൊക്കെ ഡിസീസും ചെയ്യുമെന്നുള്ളത് ഇനി അങ്ങോട്ട് നമ്മൾ വരുന്ന ചാപ്റ്ററുകളിൽ ഓരോ ചാപ്റ്ററുകളിലായിട്ട് ഡിസീസസ് പഠിക്കുമ്പോൾ അവിടെ പറയും. ഇപ്പോൾ നിങ്ങൾക്ക് മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ഒരുവിധം എന്നറിയാം. എനിക്കറിയാം നിങ്ങൾ മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ 100% ഇവിടെ പഠിക്കത്തില്ല. പകരം നിങ്ങൾ അടുത്ത ഓരോ ഡിസോർഡേഴ്സ് പഠിക്കുമ്പോൾ, ഓരോ കണ്ടീഷൻസ് പഠിക്കുമ്പോൾ അവിടെ ഇതിലെ ഓരോ ടെർമിനോളജീസ് നമ്മൾ പഠിക്കും ഒന്നുകൂടെ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് സൈക്കോളജിയിലെ കൊഗ്നിറ്റീവ് പ്രോസസ്സാണ്. ആ കൊഗ്നിറ്റീവ് പ്രോസസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുവിധം ഐഡിയ ഉണ്ടെങ്കിൽ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികൾക്കെല്ലാം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കൊഗ്നിറ്റീവ് പ്രോസസ്സുകളും അതിൻ്റെ അബ്നോർമാലിറ്റീസും ടൈപ്സും ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ്ങും അതിൻ്റെ സിംറ്റംസും ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതില്ലാത്ത കുട്ടികൾ അറിയേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഓരോ കൊഗ്നിറ്റീവ് പ്രോസസ്സും എന്താണ്, അതിൻ്റെ അബ്നോർമാലിറ്റീസ് എന്താണെന്നുള്ളത്. ഇനി നമ്മൾ ഓരോ കണ്ടീഷൻസ് പഠിക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അതവിടെ മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ ഇതിവിടെ തീർക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഹിസ്റ്ററി കളക്ഷനും മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനും അതിൻ്റെ ഷോർട്ട് നോട്ടും ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും.